നമ്മുടെ മുത്ത് പുണങ്ങി. എൻ്റെ മുത്ത് പുണങ്ങിയടാ, ചക്കര മുത്ത് പുണങ്ങി, വല്ലാണ്ട് പുണങ്ങി, എല്ലാവരോടും പുണങ്ങി. ഇനി ആരും ഒന്നും വേണ്ട, ഞാനെല്ലാം ചെയ്തോളാം. നിങ്ങളാരും വിളിച്ചിട്ടൊന്നും വന്നില്ലല്ലേ? ആ വിളിച്ചിട്ട് വരാത്തവരെ ഇനി നിങ്ങളെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചിലതാ. അദ്ദേഹം പുണങ്ങിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്, നോക്കൂ. Need anybody. We're the strongest nation in the world. We have the strongest military by far in the world. We don't need them. We don't need anybody. We have the strongest military in the world. We will do. എന്താ കാര്യം? നമ്മുടെ നാട്ടിലൊക്കെ ഈ ഭിക്ഷ യാചിക്കാനൊക്കെ ഓരോ മനുഷ്യർ വരുമ്പോഴേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് വരുമ്പം നമ്മൾ കൊടുത്തില്ലെങ്കിലോ, കൊടുത്തത് മുഴുത്തില്ലെങ്കിലോ, വേണ്ടത്ര കിട്ടിയില്ലെങ്കിലോ, എനിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയൊരു പോക്കുണ്ടല്ലോ, അതുപോലെ പാവം പുണങ്ങിപ്പോവുക. എന്താ പുണങ്ങുന്നതെന്നറിയാവോ? നാറ്റോ വായോ, എല്ലാ രാജ്യങ്ങളും വായോ, UK വായോ, ജർമ്മനി വായോ, എല്ലാവരെയും വായോ എന്ന് വിളിച്ച് വായു പോകുന്നതല്ലാതെ ആരും വന്നില്ല, ആരും മൈൻഡ് ചെയ്തില്ല. ഇത്രയും ലോകത്തൊരു ഗതികെട്ട അമേരിക്കൻ പ്രസിഡൻറ്റ് അമേരിക്കയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അമേരിക്കയുടെ ചരിത്രത്തിൽ എന്ന് വെച്ചാൽ, സാധാരണ അമേരിക്ക എന്ത് പറയുന്നോ പറയുന്നിടത്തുനിന്ന് മുള്ളുമായിരുന്നു ബാക്കി നാറ്റോക്കാരെല്ലാം. അവർ മുള്ളുന്നതിനൊരു കാര്യമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ യോഗ്യതയുള്ള തീരുമാനങ്ങളായിരുന്നു ഈ അമേരിക്കൻ പ്രസിഡന്റുമാരെടുത്തിരുന്നത്. ഇപ്പോൾ ഈ യുദ്ധവെറിയൻ വന്നതിന് ശേഷം അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. എത്ര ദിവസമായി നാറ്റോക്കാരെ വിളിക്കുകയെന്നറിയാമോ? നാറ്റോക്കാരും വരുന്നില്ല. ഇനി ഇതേ അടുത്തത് കേട്ടോ, സങ്കടം മുഴുവൻ UK യോടാണ്. UK കുറിച്ച് പറയുന്നത് കേട്ടോ. I was very surprised with the United Kingdom, because the United Kingdom 2 weeks ago I said, why don't you send some ships over, and he really didn't want to do it. I said, you don't want to do it, we've been with you, you're our oldest ally, and we spend a lot of money on NATO and all of these things to protect you. I mean, we're protecting them. We're working with them on Ukraine. Ukraine's thousands of miles away, separated by a vast ocean. We don't have to do that, but we did it. Well, Biden did it. I mean, I have to be honest with you. Biden got taken to the cleaners. But we worked with them in Ukraine. We don't need to work with them in Ukraine. And then they tell us that we have a mine ship around. The 2 aircraft carriers, which they had, and he didn't really want to do it. And then right after the war essentially ended, meaning they were obliterated, he said, I would like to send the aircraft carriers. I said, I don't need them after the war has ended and won. I need it before the war. So I was very upset not upset, I was not happy with the UK. I think they'll be involved, yeah, maybe. But they should be involved enthusiastically. We've been protecting these countries for years with NATO. കണ്ട, UK പറയാണ്, നമ്മൾ ചില മക്കൾ പറഞ്ഞാൽ കേൾക്കാതെ അനുസരിക്കാതെ വരുമ്പോൾ വീട്ടിൽ അപ്പന്മാർ പറയൂലേ, നിന്നെയൊക്കെ വളർത്തിയടാ, ഇത്രമേൽ വലുതാക്കിയടാ, നിനക്ക് വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ടടാ, നിനക്ക് വേണ്ടി ചോര ചീന്തിയടാ, നീ എന്നിട്ട് വന്നില്ലല്ലോടാ, വിളിച്ചിട്ടും വന്നില്ലല്ലോടാ, കഷ്ടം. കരയുന്ന ആളിൻ്റെ പേരാണ് അമേരിക്കൻ പ്രസിഡൻറ്റ്. അദ്ദേഹം വളരെ വികാരവായ്പോടെ UK യുടെ സ്റ്റാർമറോടൊക്കെ പറയുകയാണ്, എന്തെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു, നിങ്ങളെയൊക്കെ എത്ര നാളായി സംരക്ഷിച്ചു. ഇവിടെ അടുത്തൊന്നുമല്ല, ഭയങ്കരമായ ഒരു മഹാസമുദ്രത്തിനപ്പുറമുള്ള ഉക്രൈനെ ഞങ്ങൾ അവിടെ പോയി സംരക്ഷിക്കുന്നു, ഞങ്ങളിവിടെ ഇതെല്ലാം ചെയ്യുന്നു. പറയുന്നില്ല, വേറൊരു കാര്യം പറയുന്നില്ല. ഈ ഉക്രൈനും റഷ്യയും ഒക്കെ വലിയ പ്രശ്നമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ മസിൽ പിടിച്ചൊക്കെ പോയതാ. അവിടെ കൊണ്ടുവന്ന് നാറ്റോ ഉണ്ടാക്കാൻ ചെന്നാണ് റഷ്യ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് അവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഈ റമദാനിൻ്റെ അവസാനത്തെ 10-ൽ നിങ്ങളെല്ലാവരും ഈ പുണങ്ങി ഹൃദയം വേദനിക്കുന്ന ഈ ആരെന്ന് പറയണമെന്നറിയില്ല, പുള്ളിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അത്രമേൽ സങ്കടമുണ്ട്. കരയാണ് സുഹൃത്തുക്കളെ, കരയാണ്.